ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് സോഷ്യൽ ഐലൻഡിൽ പോയിട്ട് ആരെങ്കിലും സെറ്റ് ആക്കാൻ പോവാണ് ഗൈസ്. അതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. ഗൈസ് അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ സെറ്റിങ്ങും പരിപാടിയൊക്കെയാണ് ഗൈസ്. എന്തായാലും നമ്മൾ ഇവിടെ അങ്ങ് വളയ്ക്കാൻ പോവാണ് ഗൈസ്. എന്തായാലും നമുക്ക് സെറ്റായെന്നാ തോന്നുന്നേ. ഇരുന്നൊക്കെ കാണിക്കുന്നുണ്ട്, നമ്മൾ മാക്സിമം ലവ് ഇമോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്നെ ഒഴിവാക്കാൻ നോക്കുവാണെന്നാണ് തോന്നുന്നത്. കാരണം കൈകൂപ്പുന്ന ഇമോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ അവരുടെ പ്രൈവസിക്കകത്തൊന്നും കയറുന്നില്ല. നമുക്ക് എന്തായാലും അങ്ങ് മാറിക്കൊടുത്തേക്കാം. അങ്ങനെ ഞാൻ അവിടുന്ന് മാറി നമ്മുടെ ബെഞ്ചിൽ ആരെങ്കിലും ഉണ്ടോ, സാധാരണ ബെഞ്ചിലൊക്കെ ആരെങ്കിലും ഒരാൾ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്, അവളെങ്കിലും സെറ്റാക്കാന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. ആ പോകുന്ന പോക്കില് നമ്മളൊരു സാമറായി കണ്ടു ഗൈസ്. അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയ സമയത്താണ് ഈ ഒരു കാര്യം ഞാൻ കാണുന്നത് ഗൈസ്. നമ്മൾ നേരത്തെ സെറ്റാക്കാൻ നോക്കി ആ ഒരു പെണ്ണ് നമ്മുടെ പുറകെ വരുന്നു ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും വിട്ടുകൊടുക്കാനുള്ള പ്ലാനിങ് ഒന്നും ഇല്ല. നമ്മൾ എന്തായാലും ഇവളെ അങ്ങ് സെറ്റാക്കാനായിട്ട് പോവാണ്. അവനുമായിട്ട് അഴിച്ച് പിരിഞ്ഞെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് എന്തായാലും ഇവളെ അങ്ങ് വളച്ചേക്കാം. ബ്രോ എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അത് ശരി, ബിഗ് ഫാൻ എന്നും അയച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ ഇതൊരു മലയാളിയാണ്, കൂടാതെ നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ്. എല്ലാ വീഡിയോസും കാണാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഗൈസ് എല്ലാവരും എല്ലാ വീഡിയോസും കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇതൊരാണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണായാലും പെണ്ണായാലും അവളുടെ കാമുകം വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നോക്ക് ഗൈസ്. അപ്പൊ അവളുടെ കാമുകം വന്നിട്ടുണ്ടേ. അപ്പൊ എന്തായാലും നമുക്കങ്ങ് മാറിയേക്കാം. എനിക്ക് എന്തായാലും സെറ്റ് ആകത്തില്ല. നമുക്ക് അടുത്ത ആളെ സെറ്റ് ആക്കാനായിട്ട് പോവാം ഗൈസ്. അപ്പൊ എന്തായാലും ഗുഡ് ബൈ ഗൈസ്.